63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് 5-6 ദിവസത്തേക്ക് കൗമാര കലയോട് നമ്മുടെ തലസ്ഥാന നഗരി ഇങ്ങനെ ആകെ വൈബ്രന്റ് ആവാൻ പോവുകയാണ്. എന്തൊക്കെ കലാരൂപങ്ങളുണ്ടോ അതെല്ലാം ഒറ്റയിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ വേലിക്കെട്ടുകളില്ല. എല്ലാ മതവിഭാഗങ്ങളുടെയും എന്താണ് പറയുക, അതുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളൊക്കെ മത്സര രൂപത്തിൽ അവിടെ വരുന്നു. അതൊക്കെ ആസ്വദിക്കാൻ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ എത്തുകയും ചെയ്യും അല്ലേ. അപ്പോൾ പ്രധാന വേദിയായ, അതായത് 1ാം വേദിയായ MT നിളയിൽ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പ്രജൻ, മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഉണ്ട്. വയനാട് വെള്ളാർമല GHSSലെ വെള്ളാർമല സ്കൂളിനെ കുറിച്ച് പ്രേക്ഷകർക്കെല്ലാം അറിയാമല്ലോ അല്ലേ. ആ ഉരുൾപൊട്ടലിലെല്ലാം ഒലിച്ചുപോയ സ്കൂളാണ് വെള്ളാർമല. അവിടെ ഉണ്ടായ വെള്ളാരങ്കൽ എന്ന് പറയുന്ന കുട്ടികളുടെ മാഗസിൻ, അതെല്ലാം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരികയാണ്. എന്തായാലും ആ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘനൃത്തവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. കലാമാമാങ്കത്തിനൊരുങ്ങി തിരുവനന്തപുരം. നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ കലാമത്സരങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് ശ്രീനിവാസൻ തുണീര് രചിച്ച് കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെ കുട്ടികളും പൊതുവിദ്യാലയത്തിലെ കുട്ടികളും ചേർന്ന് അവതരിപ്പിക്കും. വയനാട് വെള്ളാർമല GHSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘനൃത്തവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാണ്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 1ാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടം മത്സരം നടക്കും. ആദ്യ ദിവസം 24 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. മത്സരങ്ങൾ തത്സമയം കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യും. മത്സരഫലങ്ങൾ വേദിക്കരികിൽ പ്രദർശിപ്പിക്കാൻ ഡിജിറ്റൽ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സരങ്ങൾ കാണുന്നതിനും മത്സര പുരോഗതി തത്സമയം അറിയുന്നതിനും കൈറ്റ് മൊബൈൽ ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഉത്സവം എന്ന പേരിലുള്ള മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. മത്സരത്തിൽ A ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പായി 1000 രൂപയും നൽകും. 15,000-ഓളം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുക. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി ഈ വർഷത്തെ കലോത്സവത്തിന്റെ മത്സര ഇനങ്ങളാകും. മംഗലംകളി, പണിയനൃത്തം, പളിയനൃത്തം, മലപുലയാട്ടം, ഇരുളനൃത്തം എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയ നൃത്തരൂപങ്ങൾ. വേദി ഒരുങ്ങി, വിളക്ക് തെളിഞ്ഞു. ഇനി കലാപ്രതിഭകളുടെ വീറുറ്റ മത്സരങ്ങൾക്കായുള്ള കാത്തിരിപ്പാണ്. കലോത്സവ വേദിയിൽ നിന്നും ടീം 24.